ഉണ്ണികൃഷ്ണനെ കേട്ടിട്ടുണ്ടോ? അത്രയൊന്നും പരിചയം കാണില്ല. ചിലതിങ്ങനെയാണ്, കഴിവ് തെളിയിച്ചിട്ടും കഠിനാധ്വാനത്തിന് അംഗീകാരം കിട്ടാതെ പോകും. അത്തരത്തിലുള്ള ഒരു ഗണിതശാസ്ത്ര പ്രതിഭയാണ് ഈ ഉണ്ണികൃഷ്ണൻ. ഒപ്പം നല്ലൊരു കവിയും. ഗണിതശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ളവർക്ക് അവിശ്വസനീയമായ ഒരു വാർത്തയാണിത്. ഫെർമിയുടെ കുരുക്കഴിക്കാൻ ഒരു മലയാളിക്ക് കഴിഞ്ഞു എന്നത്. 1637 ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനായ പിയറി സി ഫെർമ അരിത്തമാറ്റിക്ക വായിക്കുമ്പോൾ പുസ്തകത്തിന്റെ മാർജിനിൽ ഒരു വാക്യം കുറിച്ചിട്ടു: a⁻n+b⁻n=c⁻n എന്ന്. ഈ സമവാക്യത്തിന്റെ പൊരുൾ തേടി പിൻതലമുറക്കാർ ഏറെ നടന്നു. ഫലമുണ്ടായില്ല. 1823 1850 1883 ഫ്രഞ്ച് അക്കാദമി ഓഫ് സയൻസും 1908 ജർമ്മനിയിലെ ഒരു വ്യാപാരിയും ഈ കുരുക്കഴിക്കുന്നവർക്ക് വൻ പാരിതോഷികങ്ങൾ പ്രഖ്യാപിച്ചു. പലരും പല പ്രബന്ധങ്ങളും രചിച്ചു. അങ്ങനെ ഫെർമയുടെ ലാസ്റ്റ് തിയറിയെ അടിസ്ഥാനമാക്കി ഗണിതശാസ്ത്രത്തിൽ തന്നെ പല ശാഖകളും ഉണ്ടായി. അപ്പോഴും സമവാക്യത്തിലെ ദുരൂഹത തുടർന്നു. 1995 ആൻഡ്രൂ വൈൽസ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ 200 പരം പേജിലായി തെളിവ് സമർപ്പിച്ചു. ഇതുമാത്രമാണ് ജേണലിൽ സ്ഥാനം പിടിച്ചത്. ഉണ്ണികൃഷ്ണൻ ഈ കുരുക്കഴിച്ച് 3 പേജുകളിൽ ഒതുക്കി. ഇപ്പോൾ ഇത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് സയൻസ് റിസർച്ച് എന്ന അന്താരാഷ്ട്ര ജേണലിൽ 1ാമതായി സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. കൃഷ്ണ കോളേജിൽ ഡിഗ്രി ചെയ്യുന്നത്. അപ്പൊ പ്രൊഫസർ ടി.എസ്. ബാലസുബ്രഹ്മണ്യൻ സാറുണ്ട്, തൃശ്ശൂരുള്ള സാറാണ്. അദ്ദേഹം ഹെഡ്. അദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന ഈ a⁻n+b⁻n=c⁻n ആകപ്പത്തെ വിധത്തില് നമ്പറുകളൊന്നും കണ്ടെത്താൻ പറ്റില്ല എന്ന് ഫെർമ പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രൂഫില്ല എന്ന് പറഞ്ഞ് കാണിച്ചു തരണം. അതിനുശേഷം ഞാൻ എനിക്ക് ട്രൈ ചെയ്യാൻ തുടങ്ങിയത്. ഇത് 2003 ഡോക്ടർ വി കെ കൃഷ്ണൻ നമ്പൂതിരി സാറാണ് അത് പ്രൂഫ് വെരിഫൈ ചെയ്തിട്ടുള്ളത്. അതിന് മുമ്പുള്ള ആരും അത് നോക്കാൻ തന്നെ സമ്മതിച്ചിരുന്നില്ല. ഈ ഫെർമാസ് ലാസ്റ്റ് തിയറം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തെറ്റായ പ്രൂഫുകൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറം കൂടിയാണ്. അതുകൊണ്ട് പിന്നീട് ആർക്കും അതിൽ വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. വി കെ കൃഷ്ണൻ നമ്പൂതിരി സാർ അത് മുഴുവൻ നോക്കി ശരിയാണെന്നും ഏതെങ്കിലും നമ്പർ തിയറിയുടെ ജേണലുകളിലേക്ക് അയച്ചു കൊടുത്താൽ അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞത്. അതിനുശേഷം പല നമ്പർ തിയറിയുടെ ജേണലിലേക്ക് അയച്ചു കൊടുത്തു. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാതെ തിരിച്ചു വന്നു. പലരും റിസർച്ച് ആർട്ടിക്കിളിനോടായിരുന്നു കൂടുതൽ താല്പര്യം എക്സ്പോസിഷൻസ് ഇൻ മാത്തമാറ്റിക്സിനോടായിരുന്നു കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. റിസർച്ച് ആർട്ടിക്കിളിനോട് അത്ര താല്പര്യം കാണിച്ചിരുന്നില്ല. പലരും ഫെർമാസ് ലാസ്റ്റ് തിയറം നല്ല പേരായതുകൊണ്ടാണ് അത് തിരിച്ചയച്ചത്. ലാസ്റ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഹെഡായി റിട്ടയർ ചെയ്ത പ്രൊഫസർ ത്രിവിക്രമൻ നമ്പൂതിരി സാർ തന്നെ ടൈറ്റിൽ മാറ്റിയിട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സയന്റിഫിക് റിസർച്ചിനെ ടൈറ്റിൽ മാറ്റി ഫൈൻഡിംഗ് നമ്പേഴ്സ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ a⁻n+b⁻n എന്ന പേരിൽ അയച്ചു കൊടുത്തത്. അവരത് ആദ്യത്തെ 3 പേജുകളിൽ തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. മഞ്ഞുത്തി വെറ്റിനറി കോളേജിലെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ് ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ മുഴുവൻ യോഗ്യതകളുണ്ടായിട്ടും ഈ ഗണിതശാസ്ത്ര പ്രതിഭ ഇപ്പോഴും കരാറടിസ്ഥാനത്തിലാണ് പഠിപ്പിക്കുന്നത്. ഈ MSc സ്റ്റാറ്റിസ്റ്റിക്സും നെറ്റുമുള്ളവർ വളരെ അപൂർവമാണ്. ഇപ്പോൾ കേരളത്തിൽ ഞാൻ മാത്രമേ അതിന് അങ്ങനെയുള്ളൂ. അത് MBS കോളേജ് ഒരിക്കൽ വിളിച്ചിട്ടും ആരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നാളെ കിട്ടാതെ അവർ വീണ്ടും റീഅഡ്വർട്ടൈസ് ചെയ്യുന്നുണ്ട്. സെന്റ് തോമസ് സെന്റ് ജോസഫ് കോളേജിലെ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ പല നിശ്ചിത താല്പര്യങ്ങൾ മൂലം നിരാകരിക്കപ്പെടുകയാണുണ്ടായത്. ഉണ്ണികൃഷ്ണന്റെ കണ്ടുപിടുത്തങ്ങൾ അറിഞ്ഞ APJ അബ്ദുൽ കലാം നേരിൽ കണ്ട് അഭിനന്ദിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായി ഇദ്ദേഹം കണക്കാക്കുന്നത്. ഞാൻ ഈ പ്രൂഫ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാതൃഭൂമിയിൽ ചെല്ലുകയാണ് സലാഹുദ്ദീൻ സാറിന്റെ അടുത്ത്. അദ്ദേഹം അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ഇങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത ഒരു വഴി കാണിച്ചു തരുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ആ പ്രൂഫ് നോക്കി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഡോക്ടർ N. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പ്രൊഫസർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം നോക്കി സാറ്റിസ്ഫൈഡ് ആയി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്കൽ സയൻസസിലെ ഡോക്ടർ R. ബാലസുബ്രഹ്മണ്യൻ സാറിന് കൈമാറി ചെയ്തത്. അതിനുശേഷം കൊച്ചിയിൽ വന്നപ്പോൾ 2003 സെപ്റ്റംബർ 26 നേരിട്ട് കാണാനുള്ള ഒരു പെർമിഷൻ തന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മുന്നിൽ വിവരിക്കുകയുണ്ടായി. അഭാജ്യ സംഖ്യകൾ മാത്രം ഉൾക്കൊള്ളുന്ന സംഖ്യാശ്രേണി ഒരു കോണിനെ 3 തുല്യ ഭാഗങ്ങളായി വിഭജിക്കാൻ തുടങ്ങിയ നേട്ടങ്ങളും ഉണ്ണികൃഷ്ണന്റേതായിട്ടുണ്ട്. ജ്യോതിഷത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഒരുപോലെ പ്രാവീണ്യമുള്ള ഉണ്ണികൃഷ്ണൻ ദീർഘകാലാവസ്ഥ പ്രവചനത്തിന്റെ സാധ്യതകളെക്കുറിച്ചും അന്വേഷണം നടത്തുന്നു. ഒപ്പം ധാരാളം പുസ്തകങ്ങളും രചിച്ചു. നല്ലൊരു ഗാനരചയിതാവ് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ.
നിരവധി ഭക്തിഗാനങ്ങൾ ഇദ്ദേഹം രചിച്ചു. ആധാരശിലയുടെ അസ്തിത്വമേ നിന്റെ ആകാരരൂപത്തെ ധാർമ്മിക്കൂ. ക്ഷിപ്രപ്രസാദിയാം തമ്പുരാനേ എന്റെ വിഘ്നങ്ങളൊക്കെയും തീർത്തിടേണേ. വിഘ്നേശ്വര ജഗദീശ്വര. പ്രപഞ്ചത്തിലെ ഓരോ ചലനത്തിലും കണക്കുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ വിശ്വസിക്കുന്നു. പ്രകൃതിയുടെ സുഹൃതം എന്ന ഇദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി ഇത്തരമൊരു അന്വേഷണമാണ്. മനുഷ്യ ശരീരം എടുത്താൽ ഒരു തല, ഒരു മൂക്ക്, 2 കണ്ണ്, 2 കാത്, 2 കാല്, 2 കൈ, 5 വിരലുകൾ, 3 മടക്കുകൾ, എല്ലാം ഫിബനോച്ചി സംഖ്യകൾ. ഒരു ചെടിയിൽ ഒരു ഇലയ്ക്ക് നേരെ മുകളിൽ മറ്റൊരു ഇല പ്രത്യക്ഷപ്പെടാൻ ഒരു ഫിബനോച്ചി സംഖ്യ ഇലകൾ കഴിയണമെന്നും ഒരു ഫിബനോച്ചി സംഖ്യ തിരിഞ്ഞു വേണം ആ ഇലയിലെത്താനെന്നും ഈ ശാഖ പറയുന്നു. വലയം ചെയ്ത സംഖ്യ മുകളിലും കടന്നുപോയ ഇലകൾ താഴെയും എഴുതിയാണ് ഇത് കാണിക്കുന്നത്. അധ്യാപനവും പാട്ടെഴുത്തും ഡോക്യുമെന്ററിയുമെല്ലാം ഗണിതലോകത്തേക്കുള്ള അന്വേഷണമാണ് ഈ യുവപ്രതിഭയ്ക്ക്.